എങ്ങനെയും ചില ട്രേഡ് യൂണിയൻ മാടമ്പിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി മേഖല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് യൂണിയനുകൾ മാത്രം ആധിപത്യം ഉറപ്പിക്കുവാൻ കഴിയുന്നൊരു സ്ഥലമാണ് എന്നുള്ള ധാരണ ഇവിടെ പച്ചപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ഇന്നത്തെ പ്രകടനവും ഇനി നടക്കാൻ പോകുന്ന സമ്മേളനം തെളിയിക്കുകയാണ്. വൈദ്യുതി മേഖലയിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ ട്രാഫിക് പോലീസുകാരായി ഇനി കമ്മ്യൂണിസ്റ്റ് യൂണിയനുകൾ അധികകാലം വിലസാൻ സാധ്യമല്ല. അവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചാൽ പോലും മിണ്ടാതിരിക്കുകയും സർക്കാരിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന പ്രചരണ പരിപാടികൾ നടത്തുകയും ചെയ്യുക. 5 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിനെ 5500 കോടി രൂപയുടെ കടക്കണിയിലാക്കിയാൽ ആ കടറിയ ഒറ്റക്കാര്യം കൊണ്ട് പ്രതിപക്ഷത്തായ ദിവസം മുതൽ പണിമുടക്കടക്കമുള്ള സമരങ്ങൾക്ക് കൈകാണിക്കുകയും ചെയ്യുന്നതിന് ഇനി തൊഴിലാളികളെ കിട്ടില്ല എന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ്. തങ്ങളുടെ നേതാക്കന്മാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ അത് വൈദ്യുതി മേഖലയിലാണെങ്കിലും ട്രാൻസ്പോർട്ട് മേഖലയിലാണെങ്കിലും അധ്യാപകരുടെ മേഖലയിലാണെങ്കിലും സർവീസ് മേഖലയിലാണെങ്കിലും തൊഴിലാളികൾക്കെതിരെ ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും കർക്കശമായ നിലപാടുകൾ എടുത്താൽ ആ നിലപാടുകളൊക്കെ സഹിക്കണം. ശമ്പളം വെട്ടിക്കുറയ്ക്കുവാൻ തുടങ്ങിയാൽ അത് സഹിക്കണം.